ഈയിടെയായിട്ട് ഞാൻ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആണ് ഗൈസ്. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം വീടിൻ്റെ പുറത്താണ്. വീടിൻ്റെ പുറത്ത് നല്ല നാടോട്ട് കൊണ്ട അവസ്ഥയാണ് ഗൈസ്. മഴക്കാലം തുടങ്ങിയതിന് ശേഷം എല്ലാ വീടുകളിലും ഈ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇത് കാണാത്ത ആൾക്കാരില്ലല്ലോ ഈച്ച. ഈ ഫ്ലൈറ്റ് ട്രാപ്പ് ഇപ്പോൾ മിക്ക ആളുകളുടെ വീട്ടിലുണ്ട് ഈച്ചനെ പിടിക്കാൻ വേണ്ടി. പക്ഷേ എൻ്റെ വീട്ടിൽ കുടുങ്ങിപ്പോയത് കാക്കയാണ്. ഞാൻ വേസിൽ കളഞ്ഞ സമയത്ത് മടക്കി കളയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഏസിന് കൊത്തിപ്പുറക്കുന്ന കാക്കയുടെ ചിറകിൽ ഇത് തട്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പിറ്റേ ദിവസം വരെ ഈ സാധനം കണ്ടുകൊണ്ടാണ് ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് തന്നെ. ഇത് ആരെങ്കിലും യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക. ഇതിൻ്റെ തലനിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു പരാഗണം നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഈ സാധനത്തിന് കണ്ണ് കയറിയപ്പോൾ കണ്ടുകൂടെ. ഞാൻ വെറുത്തിട്ടിരിക്കുകയാണ് വീട്ടിൽ. മിക്ക ആൾക്കാരുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. അപ്പം ഞാൻ ആ ഷീറ്റ് മാറ്റിയിട്ടുണ്ട്, ഫ്ലൈറ്റ് ട്രാപ്പർ മാറ്റിയിട്ട് അതിനുശേഷം പിന്നെ ഈ ചത്ത് കിടക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഹിറ്റിൻ്റെ സ്പ്രേ അടിച്ചതായിരുന്നു ഗൈസ്. അപ്പോൾ ഈച്ച മാത്രമല്ല ബാറ്റയും പല്ലയൊക്കെ ചത്തിട്ടുണ്ട്. ഞാൻ വീട് അടിച്ചു വരുമ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു സീനാണ്. അപ്പോൾ അതിനുശേഷം ഞാനൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കുകയെന്ന് കരുതിയപ്പോഴത്തേക്ക് ആ ഒരു ഹിറ്റിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു. ആ സ്മെല്ലിന് എനിക്ക് കാര്യമായിട്ട് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ല. ഞാനിങ്ങനെ അന്ന് മുടഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ശരി ഗൈസ്, ഞാൻ അപ്പം ഈച്ചനെ കൊന്നിട്ടുള്ള എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ടാറ്റാ ബൈ ബൈ.